ഹലോ ഹായ് വെരി ഗുഡ് മോർണിംഗ്. തുലാമാസമൊക്കെ ഇങ്ങനെ തുടങ്ങിയേക്കാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല മഴയാണ്. മഴയത്ത് ഇങ്ങനെ പുതച്ച് മൂടി കിടക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിശേഷങ്ങളെല്ലാം. നമ്മുടെ ദുർഗയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക് വന്നു. 2-3 ദിവസത്തെ അടുപ്പിച്ചുള്ള ഷൂട്ടിന് ശേഷം ഒരു ദിവസം ബ്രേക്ക് കിട്ടി. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ പതിയെ രാവിലെ ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് ചെറിയൊരു പ്രാർത്ഥനയോടുകൂടിയൊക്കെ ഇന്നത്തെ ദിവസം അങ്ങനെ തുടങ്ങി. ഇന്ന് റൂമി ഡേ ആണ്. പുറത്തോട്ടെങ്ങും പോകാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഞാനങ്ങനെ പുറത്ത് പോകാറില്ല കേട്ടോ. യാത്രകളൊക്കെ വളരെ അപൂർവമായിട്ടാണ്. ഒരു കെറ്റിൽ കോഫിയൊക്കെ ഉണ്ടാക്കി, കോഫിയാണ് കേട്ടോ എനിക്കിഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ ഓൺ കപ്പാണ്, എൻ്റെ ലവ് കപ്പാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കപ്പാട്ടോ. അപ്പോൾ രാവിലെ കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് അലസമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കറ്റാർ വാഴ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്റ്റ്സും കാര്യങ്ങളും ഈ മേക്കപ്പ് അല്ലാണ്ട് ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ കറ്റാർ വാഴ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് തന്നെ നമുക്ക് 2 ഗുണങ്ങളാണ്. ഒന്ന് ഫേസ് ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്യാം, ഹെയറിൽ ഫുള്ള് അതിൻ്റെ ജെൽ അപ്ലൈ ചെയ്യാം. അതിനകത്ത് വേറൊന്നും ഞാൻ മിക്സ് ചെയ്യാറില്ല. അതിങ്ങനെ എടുക്കുക, ഒരു 3-4 പീസ് കട്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്നതാണേ. വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇത് നാച്ചുറലാണ്, ഒരു മിറാക്കിൾ പ്ലാന്റ് ആണ് ആക്ച്വലി. ആ ഒരു മിറാക്കിൾ എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ സ്പോട്ടിൽ കിട്ടാറുണ്ട്. നമുക്ക് ആ ഒരു കംപ്ലീറ്റ്ലി ഒരു റിഫ്രഷ്മെൻറ്റും അതുപോലെ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യും, ശേഷം ഹെയർ കംപ്ലീറ്റ് സ്കാൽപ്പിലെല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. ഹെയറിലും തേച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ നമുക്കൊരു പ്രത്യേക മുടിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കരമായിട്ട് നമ്മൾ റിഫ്രഷ് ആകും. അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇല്ല എങ്കിൽ നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ വീക്കിലി 1 ഡേ നമ്മളിങ്ങനെ ഹെയറിലേക്കും ഫേസിലേക്കും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പോയ മുടികളെല്ലാം തന്നെ ഈ ഡെഡായ സെൽസിനെയൊക്കെ വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്ലാന്റാണ്. അതുകൊണ്ടാണ് ഇതിനെ മിറാക്കിൾ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം തലയെല്ലാം തേച്ച് പിടിപ്പിച്ച ശേഷം നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് വാഷ്റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് വന്നു. എനിക്ക് ട്രൈപോഡൊന്നും ഇല്ല കേട്ടോ. ട്രൈപോഡൊന്നും ഇന്ന് എടുത്ത് വെച്ചില്ല ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തൽക്കാലം എൻ്റെ ട്രൈപോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ട്രോളിക്കകത്തൊരു ബാഗ് സെറ്റ് ചെയ്തു, അതിനകത്താണ് കേട്ടോ ഫോണൊക്കെ കണക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മുടെ കുളിയെല്ലാം മഴയത്തായിരുന്നു. മഴയുടെ ശബ്ദം ഇങ്ങനെ പുറത്തുനിന്ന് കേൾക്കാനുണ്ടായിരുന്നു, രസമായിരുന്നു. അതുകൊണ്ട് കുളിക്കാൻ ഒരു പ്രത്യേക ഫീലായിരുന്നു. നല്ല തണുപ്പാണ്, ഷിവറിങ് ഉണ്ട്. എനിക്ക് ചെറിയ മഴ അടുത്തുകൂടെ പോയാൽ അപ്പം തന്നെ വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് ചൂടുവെള്ളത്തിൻ്റെ സഹായത്തോടു കൂടെ കേട്ടോ ഇന്ന് കുളിച്ചത്. പിന്നെ പതിവ് പോലെ തന്നെ ഒരു വൈറ്റമിൻ സി സിറം അല്ല, ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ. അത് ആക്ച്വലി നൈറ്റ് ക്രീമാണ്. പിന്നെ റൂമിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോകാത്തതുകൊണ്ട് നമുക്കത് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഓലയുടെ ക്രീമായിരുന്നു. അതും ഭയങ്കര റിസൾട്ട് തരുന്ന ഒരു ക്രീമാണ്. ഈ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് മുഖം ക്ലീൻ ചെയ്തിട്ട് നൈറ്റ് കിടക്കുമ്പോൾ നമ്മൾ ഇതിട്ടിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും സോഫ്റ്റായിട്ടും ഒക്കെ ഡ്രൈനെസ് ഒക്കെ മാറി ഭയങ്കര സോഫ്റ്റ് ആവാറുണ്ട് സ്കിന്ന്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഓലയുടെ ഈ ഒരു ക്രീം. എനിക്ക് ഭയങ്കര റിസൾട്ട് തന്നിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ അതൊക്കെ കുളി കഴിഞ്ഞ് വന്ന് അപ്ലൈ ചെയ്തു. പിന്നെ എൻ്റെ നോവൽ റൈറ്റിങ്ങിലേക്ക് കടന്നു. ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട്. എൻ്റെ ബുക്കിൻ്റെ ടൈറ്റിലൊക്കെ ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മന്നവന്നൂർ സ്നേഹത്തിൻ്റെ താഴ്വരയാണ്. സോ എൻ്റെ പകുതി എഴുതി വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകർത്ത് നടക്കുകയാണ്. ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ മുഴുവൻ ഞാൻ എഴുതാറുണ്ട്. ഒരു 3 മാസത്തിനുള്ളിൽ എൻ്റെ ഫസ്റ്റ് കന്നി നോവൽ റിലീസ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ നടക്കുന്നത് കൊടൈക്കനാലാണ് കേട്ടോ. അപ്പം എല്ലാവരും വായിക്കണം. ഇത് ഉടനെ തന്നെ നമ്മളിത് പുറത്തിറക്കും. അപ്പോൾ ഞാൻ കൂടുതൽ വിശേഷങ്ങൾ അതിൻ്റെ പറയാം. ഇപ്പം അതിൻ്റെ മെമ്മറീസിലൊക്കെ ഇങ്ങനെയാണ് എഴുതുന്നതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ആലോചന. പതിയെ മടക്കി വെക്കുവാണോ, ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും കുറേ വിശേഷങ്ങളുമായിട്ട്, ഇതിപ്പോൾ നീണ്ടുപോയി വീഡിയോ, ഐ എം സോറി. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു